മദ്യലഹരിയിൽ കാറുമായി വിദ്യാർത്ഥികളുടെ പരാക്രമം. 4 കിലോമീറ്ററോളം കാറോടിച്ച് നടത്തിയ പരാക്രമത്തിൽ 7 വാഹനങ്ങൾ ഇടിച്ച് തെറിപ്പിച്ചു. നിർത്താതെ പോയ കാർ പിന്നീട് മരത്തിലിടിച്ചാണ് നിന്നത്. ആ ദൃശ്യങ്ങൾ മദ്യലഹരിയിൽ കാറുമായി വിദ്യാർത്ഥികൾ പരാക്രമം നടത്തി. അക്ഷരാർത്ഥത്തിൽ അതൊരു പരാക്രമം തന്നെയാണ്. 4 കിലോമീറ്ററോളം ദൂരമാണ് മദ്യലഹരിയിൽ കാറുമായി പോയത്. അതൊരു ടൊയോട്ട കാറാണ്, വലിയ കാറാണ്. ഫോർച്യൂണർ ആണ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇന്നോവ ക്രിസ്റ്റ പോലൊരു വാഹനമാണ്. ഫോർച്യൂണർ ആണ് എന്താണ് തോന്നുന്നത്. വലിയ വാഹനമാണ്. 4 കിലോമീറ്ററോളം ദൂരം കാറോടിച്ച് നടത്തിയ പരാക്രമം. 7 വാഹനങ്ങൾ ഇടിച്ച് തെറിപ്പിച്ചാണ് ഈ വിദ്യാർത്ഥികൾ പോയത് എന്താണ് വിവരം. കാർ പിന്നീട് മരത്തിലിടിച്ചു നിന്നു. അതുകൊണ്ട് മാത്രമാണ് വണ്ടി നിന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഷിനോജ് ജസ്റ്റി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, ഇത് എവിടെയാണ്, എപ്പോഴാണ് സംഭവം, എത്ര വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു? ഇവർ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ എവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്? രതീഷ, ഇന്നലെ വൈകിട്ട് 5:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പള്ളിക്കത്തോട് സ്വദേശിയും CMS കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയുമായ ജൂബിൻ ജേക്കബാണ് ഈ വാഹനം ഓടിച്ചത്. ഇന്നലെ ഈ അപകടം തുടങ്ങുന്ന, അതായത് ഈ അപകടകരമായ രീതിയിൽ കാർ ഓടിച്ച് തുടങ്ങുന്ന CMS കോളേജ് ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ ഒരു സമീപത്ത് തന്നെ ഒരു തുണിക്കട നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഈ വാഹനം ആദ്യം യാത്ര തുടങ്ങുന്നത്. തുടർന്ന് ചാലുകുന്ന് വഴി പനമ്പാലത്തെ ഒരു ആൽത്തറയിലാണ്, മരത്തിലാണ് ഈ വാഹനം അവസാനം ഇടിച്ച് നിൽക്കുന്നത്. ഈ പോകുന്ന വഴിയിൽ ഏകദേശം 7ഓളം കാറുകൾ ഈ ഫോർച്യൂണർ കാർ ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. ഒപ്പം നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരെയും സ്കൂട്ടറിൽ 2 പേർ അവരെ ഇടിക്കുന്നതിന്റെ ഒരു ദൃശ്യം കാണുന്നുണ്ട്. അതെന്താണ് സംഭവം? സ്കൂട്ടർ പെട്ടെന്ന് നിർത്തുന്നു. ഈ വണ്ടിയുടെ വരവ് കണ്ട് പേടിച്ച് നിർത്തുന്നതാണോ? സൈഡിലേക്ക് ഒതുക്കുന്നു, ഇറങ്ങാൻ ശ്രമിക്കുന്നു, അതിനിടയിൽ വന്ന് ഇടിച്ചു തെറിപ്പിച്ച് പോകുന്നു. രതീഷ്, ഈ സമീപത്ത് ഇത്തരത്തിൽ ഈ വാഹനം വരുന്നതിന് മുൻപായി 2 സുഹൃത്തുക്കളും അവർ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ അതിനുശേഷം ഈ ഫോർച്യൂണർ വന്ന് ഇവരെ ഇടിച്ച് തെറിപ്പിച്ച് പോകുന്നതാണ് ആ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളിലുള്ളത്. ഇങ്ങനെ പല ഇരുചക്ര വാഹന യാത്രക്കാരെയും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഈ വാഹനം ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. ഏകദേശം 7ഓളം കാറുകളുണ്ട്, അതിനധികം ഇരുചക്ര വാഹനങ്ങളുണ്ട്. അങ്ങനെ ഇതിനെല്ലാം ഇടിച്ച് തെറിപ്പിച്ച് പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രം ആർക്കും വലിയ രീതിയിൽ അപകടമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മരണം ഉൾപ്പെടെ സംഭവിക്കേണ്ട കേസായിരുന്നു. അങ്ങനെ മറ്റ് വലിയ രീതിയിൽ അപകടങ്ങളിലേക്കൊന്നും തന്നെ പോയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും പള്ളിക്കത്തോട് സ്വദേശിയായിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥിയായിട്ടുള്ള ജൂബിൻ ജേക്കബാണ് ഈ വാഹനം ഓടിച്ചത്. മറ്റ് പരാതികളൊന്നും തന്നെ നിലവിൽ പോലീസിന്, അതായത് ഈ പരാതിക്കാരും തന്നെ നിലവിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല. ഇന്നലെ ഞാൻ ദൃശ്യങ്ങൾ കാണുന്ന ഈ തുണിക്കടയുടെ തൊട്ടപ്പുറത്തായിട്ട് അവിടെ ഒരു കോളേജിൽ, CMS കോളേജിലെ ഫ്രഷേഴ്സ് ഡേ പരിപാടിയായിരുന്നു. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ സംഘം, കുറച്ച് 3-4 ആൾക്കാർ ഉണ്ടായിരുന്നു. അവർ മദ്യപിച്ചതിന് ശേഷം ഈ ജൂബിൻ ജേക്കബ് എന്ന് പറയുന്ന 21 വയസ്സുള്ള ജൂബിൻ ജേക്കബ് ഈ വാഹനമെടുത്ത്, ഫോർച്യൂണറാണ്, ആഡംബര വാഹനമാണ്, ആ വാഹനമെടുത്ത് ഇത്തരത്തിൽ മദ്യലഹരിയിൽ പോവുകയായിരുന്നു. അവിടെ വെച്ച് ഈ ആൽത്തറയിൽ വെച്ച് മരത്തിലേക്ക് കൊണ്ട് ഇടിക്കുന്നു. അവിടെ വെച്ച് ഈ പിന്നാലെ അതായത് ഈ അപകടകരമായ രീതിയിലാണ് വാഹനം മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും നാട്ടുകാർ ഉൾപ്പെടെ പിന്നാലെ പോകുന്നു. അവിടെ വെച്ചാണ് ഈ വാഹനം ഓടിച്ച ജൂബിനെ പിടിക്കുന്നതും നാട്ടുകാർ തന്നെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച ജൂബിൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അപകടകരമായ ഡ്രൈവിംഗ് ഉൾപ്പെടെ ചേർത്തുകൊണ്ട് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും പരാതിക്കാർ ആരും നിലവിൽ ഇപ്പോൾ ഇതുവരെയും എത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രതീഷ്, വിദ്യാർത്ഥികൾ കാറിൽ അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് പോലീസിന് ഉൾപ്പെടെ ലഭിക്കുന്ന വിവരം. നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. മദ്യലഹരിയിലാണ് കോട്ടയത്ത് കാറുമായി വിദ്യാർത്ഥികൾ പരാക്രമം കാട്ടിയത്. ഭാഗ്യത്തിന് മാത്രമാണ് ആർക്കും ജീവൻ നഷ്ടമാകാതിരുന്നത്. 4 കിലോമീറ്ററോളം ദൂരം കാറോടിച്ച് നടത്തിയ പരാക്രമത്തിൽ 7 വാഹനങ്ങളെങ്കിലും ഇടിച്ചു തെറിപ്പിച്ചു എന്നാണ് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളിൽ ഉള്ളത്. ഏഴ് വാഹനങ്ങളെങ്കിലും ഇടിച്ചു തെറിപ്പിച്ചു എന്നതാണ് ഇതുവരെ പുറത്തുവന്ന ദൃശ്യങ്ങളിലും വിവരങ്ങളിലും ഉള്ളത്. നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കോട്ടയം നഗരത്തെ വിറപ്പിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കാറിൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തത്. ഒരു ചെറുവാഹനം, ഒരു ചെറിയ കാർ ഇടിച്ച് തെറിപ്പിച്ച് നീക്കി, റോഡിൽ നിന്ന് ഇടിച്ച് തെറിപ്പിച്ച് ഇതിലേക്ക് നീക്കിയതിന് ശേഷം കടന്നു പോകുന്ന ഉൾപ്പെടെ ഈ ദൃശ്യങ്ങളിൽ ഉണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ സ്കൂട്ടറിൽ അവിടെ ഉണ്ടായിരുന്ന 2 പേർക്ക് ജീവൻ നഷ്ടമാകാതിരുന്നത്. വലിയ വാഹനമാണ്, ഫോർച്യൂണർ കാറാണ്.
ഫോർച്യൂണർ കാറാണ്. ചെറിയ വാഹനങ്ങളിലൊക്കെ ഇടിച്ചാൽ തന്നെ അതിനെ ഇടിച്ച് സൈഡിലേക്ക് മാറ്റിപ്പോകാൻ കഴിയുന്ന കരുത്തുള്ള വലിയ വാഹനമാണ്. ആ വാഹനമാണ് അപകടകരമായി കോട്ടയത്തൂടെ ഇങ്ങനെ കടന്നുപോയത്. ഒരു പ്രതികരണത്തിലേക്ക്. ഈ കളർ ഫോർച്യൂണർ ഒരു ചേട്ടനെയും ചേച്ചിയെ ഇടിച്ച് താഴെയിട്ടാണ് ഒരു ഓട്ടോയുടെ പുറകിൽ ഇടിച്ചു. എന്നിട്ട് അത് നേരെ കറങ്ങിയിട്ട് എൻ്റെ വർക്ക്ഷോപ്പിലോട്ട് ഇടിച്ച് കയറി. വർക്ക്ഷോപ്പിൽ ഞങ്ങൾ ജോലിക്കാരെല്ലാം പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വണ്ടി ഇടിച്ച് കയറി 3 വണ്ടികൾ തകർത്ത ആ വണ്ടി. ഞങ്ങൾ ജീവനും കൊണ്ട് ദൈവഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അവൻ അന്നേരം തന്നെ ഒരു പയ്യനാണ്, അവൻ അന്നേരം തന്നെ റിവേഴ്സ് എടുത്ത് നല്ല സ്പീഡിൽ പോയി. ഷിനോ ജസ്റ്റിയാണ് കോട്ടയത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയത്ത് അപകടകരമായി വാഹനം ഓടിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഒരു പ്രതികരണം കണ്ടത്. നിരവധി CCTV ദൃശ്യങ്ങൾ എത്ര അപകടകരമായാണ് ഈ വാഹനം ഓടിച്ചത് എന്നതിൻ്റെ തെളിവായി പുറത്തു വന്നിട്ടുമുണ്ട്.